ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കേരള ജോഗ്രഫിയുടെ അണ്ടറിൽ വരുന്ന കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, PSC പരീക്ഷകൾ ഏത് തന്നെ എടുത്താലും ദേശീയോദ്യാനങ്ങളുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ ഭാഗത്തു നിന്നും നിരവധിയായ ചോദ്യങ്ങൾ കണ്ടുവരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 057/2025 എന്ന കാറ്റഗറി നമ്പറിൽ ഉൾപ്പെടുന്ന എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓപ്ഷൻ എയിൽ പാമ്പാടും ചോല, അതായത് പാമ്പാടും ചോല നാഷണൽ പാർക്ക്, മതികെട്ടാൻ ചോല. ഓപ്ഷൻ സിയിൽ മുതുമലൈ നാഷണൽ പാർക്ക്. ഓപ്ഷൻ ഡിയിൽ ആനമുടി ചോല നാഷണൽ പാർക്ക്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കണ്ടു, ABCD ഓപ്ഷൻസ് കണ്ടു. അപ്പോൾ ഇതായിരുന്നു ഒരു പ്രീവിയസ് ചോദ്യം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ട പ്രസ്താവന തെറ്റായതാണ്, ശരിയായതല്ല. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. കാറ്റഗറി കോഡ് എത്രയാണ്? 09/2024 നടന്ന PSC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നു. മൂന്നാമത്തെ പ്രസ്താവന, 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഈ പറയുന്ന സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണെന്നും അത് രൂപീകൃതമായത് 1984 എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ തെറ്റായതിനെ കണ്ടെത്തുക എന്നതാണ് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ പരീക്ഷാ ഹാളിൽ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ നോക്കിയേ, 1ഉം 3ഉം തെറ്റാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബിയിൽ 2ഉം 3ഉം തെറ്റാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സിയിൽ 3 മാത്രം തെറ്റാണ്. ഓപ്ഷൻ ഡിയിൽ എല്ലാം ശരിയാണ്. ഈ രീതിയിലായിരുന്നു PSCയുടെ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? 122/2021 കാറ്റഗറി കോഡിൽ നടത്തിയ എക്സാമിന്റെ ഒരു ചോദ്യമായിരുന്നു. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു ഇരവികുളം. ഓപ്ഷൻ ബിയിൽ പറയുന്നു മതികെട്ടാൻ ചോല. ഓപ്ഷൻ സിയിൽ പാമ്പാടും ചോല. ഓപ്ഷൻ ഡിയിൽ സൈലന്റ് വാലി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയോദ്യാനം ഏത്? കാറ്റഗറി കോഡ് 053/2024 എന്ന നമ്പറുള്ള ഒരു എക്സാമിന്റെ ചോദ്യമായിരുന്നു. ഓപ്ഷൻ എ ഇരവികുളം. ഓപ്ഷൻ ബി സൈലന്റ് വാലി. ഓപ്ഷൻ സി ആനമുടി ചോല. ഓപ്ഷൻ ഡി പാമ്പാടും ചോല. അപ്പോൾ ഇതൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിനേക്കാൾ കുറച്ചുകൂടി നിലവാരം കൂടിയ ചോദ്യങ്ങളുമാകാം ഇനിയുള്ള പരീക്ഷകളിൽ വരുന്നത്. ഇവിടെ ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം, അതായത് സൈലന്റ് വാലി എന്ന് പറയുന്ന ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1980. ഓപ്ഷൻ ഡി 1984. ഓപ്ഷൻ സി 1988. ഓപ്ഷൻ ഡി 1986. കാറ്റഗറി കോഡ് 170/2024. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഇനിയും നിരവധിയായ ചോദ്യങ്ങളുണ്ട്. അത് നമ്മളിനി ക്വസ്റ്റ്യൻ വർക്കൗട്ടിങ്ങിൻ്റെ സമയത്ത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. കൃത്യമായിട്ടും നമ്മളിത് പഠിച്ചെങ്കിൽ മാത്രമേ ചില പോയിന്റുകളെ നമുക്ക് കുറച്ചുകൂടി മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കൂ. അതായത് നമുക്ക് കുറച്ചുകൂടി ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. ചില ചോദ്യങ്ങൾ സിമ്പിൾ ആയിരിക്കും, എന്നാൽ ചില ചോദ്യങ്ങൾ ടഫ് ആയിരിക്കും. പരീക്ഷാ ഹാളിൽ എങ്ങനെ തന്നെയുള്ള ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. അതിനുവേണ്ടിയുള്ള ഒരു പഠനമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് മുൻ വർഷത്തെ ഒരു പ്രീവിയസ് ഇയറിലെ ഒരു
ചോദ്യത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ധാരണ അനുസരിച്ച് വന്യജീവികളുടെ സംരക്ഷണം മാത്രമായിരിക്കാം ദേശീയോദ്യാനത്തിൻ്റെ ഉദ്ദേശ്യം. എന്നാൽ അങ്ങനെയല്ല. വന്യജീവികളുടെ സംരക്ഷണത്തോടൊപ്പം, അതായത് വന്യജീവികളുടെ സംരക്ഷണത്തോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ കൂടി സംരക്ഷിക്കുന്നവയാണ് ദേശീയോദ്യാനങ്ങൾ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ കൂടി സംരക്ഷിക്കുന്നവയാണ് ദേശീയോദ്യാനങ്ങൾ. അതായത് അവിടെ ജീവിക്കുന്ന ജീവജാലത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം എന്തുകൂടി ചെയ്തിരിക്കണം? ആ ചുറ്റുപാടുമുള്ള ചരിത്ര സ്മാരകങ്ങളെ കൂടി ഇവിടെ എന്ത് ചെയ്തിരിക്കണം? സംരക്ഷിച്ചിരിക്കണം എന്ന വസ്തുത നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. കാരണം ഇത് പ്രീവിയസ് ഇയറിലെ ഒരു ചോദ്യമായിരുന്നു. അതായത് വന്യജീവികളുടെ സംരക്ഷണത്തോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ കൂടി സംരക്ഷിക്കുന്നവയാണ് ദേശീയോദ്യാനങ്ങൾ എന്ന പോയിന്റ് നിങ്ങൾ മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം. കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ദേശീയോദ്യാനത്തിൻ്റെ എണ്ണം 6 ആണെങ്കിലും PSCയുടെ ഉത്തരസൂചിക പ്രകാരം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5 മാത്രമാണ്. അതായത് പെരിയാർ എന്നറിയപ്പെടുന്ന ഒരു ദേശീയോദ്യാനത്തെ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടാണ് PSC പരീക്ഷകൾ ഈ 5 എന്ന എണ്ണത്തിൽ നിൽക്കുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ. ഇനി നമുക്ക് നോക്കാം. ഇടുക്കി ജില്ലയിൽ, അതായത് ആ 5 ദേശീയോദ്യാനങ്ങൾ, PSC പരീക്ഷകളുടെ ഉത്തരമായ 5 ദേശീയോദ്യാനങ്ങളിൽ 4 ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. അപ്പം നമുക്കറിയണം ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയാണ്. ഇനി ബാക്കി ഒരു ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയിലാണ്. അപ്പം മൊത്തം നമ്മുടെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം, ടോട്ടൽ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5 ആണെങ്കിൽ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് 4 എണ്ണവും പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് 1 എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഒരു പോയിന്റ് കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 4 ദേശീയോദ്യാനങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് എന്ന കാര്യം പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞ ഈ 5 ദേശീയോദ്യാനങ്ങളും ഏതൊക്കെ ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏതൊക്കെ വർഷങ്ങളിലാണ് ഇവ രൂപീകൃതമായത് അല്ലെങ്കിൽ ഇവ പ്രഖ്യാപിച്ചത് എന്ന കാര്യം കൂടി നോക്കണം. ഇവിടെ നിന്നും PSC പരീക്ഷകളിൽ ചോദ്യം വന്നിട്ടുള്ളതാണ്. ഈ 1978 പ്രീവിയസ് ഇയറിലെ ഒരു ചോദ്യമാണ്. 1978 പ്രീവിയസ് ഇയറിലെ ഒരു ചോദ്യമാണ്. ഇത് കൂടാതെ സൈലന്റ് വാലി രൂപീകൃതമായത് 1984 അത് പാലക്കാടാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. പ്രീവിയസ് ഇയറിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്ത ഒരു ഭാഗത്ത് തന്നെയുള്ള ചോദ്യം തന്നെയാണ്. അവിടെ മലപ്പുറം എന്നാണ് തന്നത്, പക്ഷെ മലപ്പുറം അല്ല, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റിന്റെ കാറ്റഗറിയിലേക്ക് പോകും. പാലക്കാട് ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി എന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ പഠിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നമുക്ക് നോക്കാം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എത്ര എണ്ണമാണ്? 5 എണ്ണം. 2, 3, 4, 5. അപ്പൊ 5 ദേശീയോദ്യാനങ്ങൾ കിട്ടി. ഏതൊക്കെയാണ് 5 ദേശീയോദ്യാനങ്ങൾ? ഒന്നാമത്തത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല മറന്നു പോകരുത് മക്കളെ, ഇടുക്കി ജില്ലയാണ്. ഏത് ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. ഏത് വർഷമാണ് ഇരവികുളം ദേശീയോദ്യാനം രൂപീകൃതമായത്? 1978 1978 രൂപീകൃതമായ ദേശീയോദ്യാനമാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ദേശീയോദ്യാനം. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം രൂപീകൃതമായ വർഷം 1984 കാര്യം മറന്നു പോരുത്. ഇനി ആ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ ഒരേ ഒരു ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഒരു സ്ലൈഡിൽ നോക്കിയതാണ്. പാലക്കാട് ജില്ലയിൽ ഒരു ദേശീയോദ്യാനമേ ഉള്ളൂ. ആ ഒരു ദേശീയോദ്യാനത്തിന്റെ പേരാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. ഇനി അടുത്ത 3ാമത്തെ ദേശീയോദ്യാനം ആനമുടി ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. രൂപീകൃതമായ വർഷം 2003 ഇനി പറയാൻ പോകുന്ന ആനമുടി ചോല, ബദികട്ടാൻ ചോല, പാമ്പാടും ചോല ഈ 3 ദേശീയോദ്യാനങ്ങളിലും രൂപീകൃതമായത് 2003 എന്ന കാര്യം പഠിക്കുക. അത് എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. നെക്സ്റ്റ് മദികട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. രൂപീകൃതമായ വർഷം 2003 തന്നെയാണ്.
പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. രൂപീകൃതമായ വർഷം 2003 തന്നെയാണ്. രൂപീകൃതമായ വർഷം 2003 തന്നെയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇടുക്കി ജില്ലയിലെ ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഏതൊക്കെയാണ് ഇടുക്കി ജില്ലയിലെ ദേശീയോദ്യാനങ്ങൾ? ഇരവികുളം ദേശീയോദ്യാനം, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. എന്നാൽ സൈലന്റ് വാലിയോ പാലക്കാട് ജില്ലയിലാണ്. 2003 രൂപീകൃതമായ ദേശീയോദ്യാനങ്ങൾ ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. കൃത്യമായ രീതിയിൽ പഠിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ, മനസ്സിൽ വെക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ പരീക്ഷാ ഹാളിൽ നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാനും പറ്റൂ. ഫസ്റ്റ് നമ്മുടെ ദേശീയോദ്യാനങ്ങൾ ആദ്യം പഠിക്കേണ്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന വിശേഷണമുള്ള ഒരു ദേശീയോദ്യാനമാണ് ഏത്? ഇരവികുളം ദേശീയ ഉദ്യാനം. ഓക്കെ ആണല്ലോ. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള സ്ലൈഡിൽ കണ്ടതാണ് ഇരവികുളം ദേശീയോദ്യാനം. രൂപീകൃതമായ വർഷം 1978 അപ്പോൾ ആദ്യത്തെ ദേശീയോദ്യാനം, ആദ്യം രൂപീകൃതമായ ദേശീയോദ്യാനം എന്ന വിശേഷണം, ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന വിശേഷണം ഒക്കെ ആർക്ക് നൽകാം? ഇരവികുളം ദേശീയോദ്യാനത്തിന് നൽകാം. ഇനി ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇടുക്കി ജില്ലയിൽ നമുക്കറിയാം ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇനി ഏത് താലൂക്കിലാണ്? ദേവികുളം താലൂക്കിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് പഠിക്കുക, ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്, ദേവികുളം താലൂക്കിലാണ്, മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ്. മറന്നു പോവരുത്, ചോദിക്കും. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം മറന്നു പോരുത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം വിശേഷണം ആർക്കാണ്? ഇരവികുളം ദേശീയോദ്യാനം. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം. അടുത്ത വിശേഷണം കണ്ടോ? ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഇത് ചിലപ്പോൾ PSC ഒന്ന് മാറ്റം വരുത്തി ഇങ്ങനെ പറയാം, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. അങ്ങനെ വന്നാലും ആര് തന്നെയാണ്? നമ്മുടെ ഇരവികുളം എന്ന ദേശീയോദ്യാനം തന്നെയാണ്. അപ്പോൾ PSC ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാലും ലോജിക്കലി നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ല, ദേവികുളം താലൂക്ക്, മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ ദേശീയോദ്യാനം, വലിയ ദേശീയോദ്യാനം, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ക്ലിയർ ആണല്ലോ. പെട്ടെന്ന് പഠിച്ച് പോകണം. നമുക്ക് 10 മാർക്ക്, അത്രയൊക്കെ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേരള ജോഗ്രഫി എന്നൊക്കെ പറയുന്നത്. ഏത് പരീക്ഷകൾ എടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണം. കേട്ടല്ലോ. ഇനി നോക്കിയേ, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, പശ്ചിമഘട്ടത്തിലെ കണ്ണൻ ദേവൻ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു. ആര്? ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പശ്ചിമഘട്ടം. നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സില് കണ്ണൻ ദേവൻ കുന്നുകളിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനം. നമ്മൾ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് എന്ന് പറഞ്ഞു. എവിടെയാണത്? പശ്ചിമഘട്ടത്തിലെ കണ്ണൻ ദേവൻ കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങളായിട്ട് എടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. കേട്ടല്ലോ. ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളമാണ്. കണ്ണൻ ദേവൻ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം, പശ്ചിമഘട്ടത്തിലെ കണ്ണൻ ദേവൻ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഇനി ഇരവികുളം ദേശീയോദ്യാനത്തെ, അതായത് ഇരവികുളം ദേശീയോദ്യാനം എന്ന വിശേഷണം വരുന്നതിന് മുമ്പ് ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. ഇരവികുളത്തെ വന്യജീവി സങ്കേതമായിട്ട് 1975 പ്രഖ്യാപിച്ചു. എന്നാൽ ഈ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. ഇത് PYQ ആണ്, മറന്നു പോവരുത്. അപ്പം ശ്രദ്ധിക്കുക മക്കളെ, ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978 ആണെങ്കിൽ ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1975 ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. ഒന്നുകൂടി പറയാം, ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1975,
ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. വന്യജീവി സങ്കേതം അതുപോലെ തന്നെ ദേശീയോദ്യാനം, ചിലപ്പം ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് 1978 പോകും, പക്ഷേ ശരി ഉത്തരം 75 ആവും. അപ്പം ശ്രദ്ധിക്കേണ്ടത് അത് വന്യജീവി സങ്കേതമായതാണോ ദേശീയോദ്യാനമായതാണോ ചോദിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം. അടുത്ത PYQ ആണ്. അത്യപൂർവ ഇനത്തിൽപ്പെട്ട, അതായത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകൾ എന്ന് പറയുന്ന ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ് ഏത്, ഇരവികുളം ദേശീയോദ്യാനം. അപ്പം വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഏത്, ഇരവികുളം ദേശീയോദ്യാനം. അപ്പം നമ്മളിവിടെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൂടാതെ തന്നിരിക്കുന്ന പോയിന്റ്സ് എല്ലാം ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസുമാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പം പശ്ചിമഘട്ടത്തിലെ കണ്ണൻ ദേവൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നു, ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം, ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975, ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978, വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രവും ഏതാണ്, ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇനി നോക്കിയേ, അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞു. അപ്പം വരയാടുകളുടെ ശാസ്ത്രീയ നാമം എന്താണ്? വരയാടുകളുടെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ജീവിയാണ് ഇരവികുളത്ത് സംരക്ഷിച്ചു പോരുന്നത്. ആ ജീവിയുടെ പേര് വരയാട് എന്നാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. ഇനി നോക്കിയേ, ഈ വരയാടുകളുടെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മുടെ ഇരവികുളത്ത് സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് ഏത്, വരയാട് എന്നത്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. ഇതുമായി ബന്ധപ്പെട്ട് 2023 വരയാടിന്റെ സംരക്ഷണാർത്ഥം പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതും തമിഴ്നാട് തന്നെയാണ്. അപ്പം എന്താണ് പറയുന്നത്, 2023 വരയാടിന്റെ സംരക്ഷണാർത്ഥം പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനവും തമിഴ്നാട് തന്നെയാണ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന ജീവിയുടെ സംരക്ഷണാർത്ഥം പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനവും തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം വരയാടാണ്. ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക വരയാട് ഇനം ഏതാണ്? നീലഗിരി താർ. ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക വരയാട് ഇനം ഏതാണ്? നീലഗിരി താർ അല്ലെങ്കിൽ നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ആണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം ആണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ആനമുടി നമുക്കറിയാം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിൽ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്കു ഭാഗത്തായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളത്തിന്റെ ഭാഗമാണ്. അപ്പോൾ രാജമല എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇത് ഏതിന്റെ ഭാഗമാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ്. ക്ലിയർ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ഫെർനേറിയം നിലവിൽ വന്നത് എവിടെയാണ്? ഈ ഇരവികുളത്താണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫെർനേറിയം നിലവിൽ വന്നത്. എന്താ ഫെർനേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ രാജമലയിലാണ് പൂക്കളും വിത്തുകളും ഇല്ലാതെ ചെടികളുടെ വിവിധ ഇനങ്ങളുള്ള ഉദ്യാനം. അതായത് പൂക്കളും വിത്തുകളും ഇല്ലാത്ത പന്നൽ ചെടികളുടെ വിവിധ ഇനങ്ങളുടെ ഒരു ഉദ്യാനമുണ്ട്. പൂക്കളും വിത്തുകളും ഇല്ലാത്ത പന്നൽ ചെടികളുടെ വിവിധ ഇനത്തിലുള്ള ഉദ്യാനമുണ്ട്. ആ ഉദ്യാനത്തെ വിളിക്കുന്ന പേരാണ് ഫെർനേറിയം. അപ്പം ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ രാജമലയിലാണ് പൂക്കളും വിത്തുകളും ഇല്ലാത്ത പന്നൽ ചെടികളുടെ വിവിധ ഇനങ്ങളുള്ള ഉദ്യാനം. ഈ ഉദ്യാനത്തെയാണ് ഫെർനേറിയം എന്ന് വിളിക്കുന്നത്. ഇത് എവിടെയുണ്ട്? ഇരവികുളത്ത് ഉണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായി മാറാൻ പോകുന്ന ദേശീയോദ്യാനം. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഏഷ്യയിലെ തന്നെ
ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായി മാറാൻ പോകുന്ന ദേശീയോദ്യാനം. അപ്പോൾ എന്താണ് ഈ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന് പറഞ്ഞാൽ? കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലേക്ക് പുറംതള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ അധികം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ കഴിവുള്ള ദേശീയോദ്യാനങ്ങൾക്കാണ് ഈ പദവി നൽകുന്നത്. അതായത് വിവിധ സ്രോതസ്സുകളിൽ നിന്നും നമ്മൾ പുറത്തു തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ അധികം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ പറ്റുന്ന ദേശീയോദ്യാനങ്ങൾ ഉണ്ട് എങ്കിൽ ആ ദേശീയോദ്യാനങ്ങൾക്ക്, അത്രയേറെ സസ്യസമ്പന്നമായ ദേശീയോദ്യാനമാണ് അത് എങ്കിൽ ആ ദേശീയോദ്യാനങ്ങൾക്ക് നൽകുന്ന ഒരു പദവിയാണ് കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ആ പദവിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഹാമിൽട്ടൺ പീഠഭൂമി. പ്രീവിയസ് ചോദ്യമാണ്. ഹാമിൽട്ടൺ പീഠഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ഹാമിൽട്ടൺ പീഠഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞി പൂക്കുന്നത് ഇരവികുളത്തെ ശ്രദ്ധേയമായ ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അപ്പം 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞി പൂക്കുന്നത് എവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. ഇതൊരു ശ്രദ്ധേയമായ പ്രകൃതി പ്രതിഭാസമാണ്. അതായത് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി. ഈ നീലക്കുറിഞ്ഞി എവിടെയാണ്? ഈ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. ഇനി നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം പഠിക്കണം. എന്താണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം? സ്ട്രോബിലാന്തസ് കുന്തിയാന. എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് ആരുടെ ശാസ്ത്രീയ നാമം? ഈ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. ഇനി ഒരു പോയിന്റൂടെ നിങ്ങൾ അഡീഷണൽ പഠിച്ചു വെച്ചോ. നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നുവെങ്കിൽ എല്ലാ വർഷവും പൂക്കുന്ന ഒരു ചെടിയാണ് കരിങ്കുറിഞ്ഞി. എല്ലാ വർഷവും പൂക്കുന്ന ചെടിയാണ് ഏത്? കരിങ്കുറിഞ്ഞി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്ത ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം എന്ന് വിശേഷണം നൽകാവുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനത്തെക്കുറിച്ചാണ്. അപ്പം ദേശീയോദ്യാനങ്ങളിൽ രണ്ടാമത്തെയാണ് ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പം സൈലന്റ് വാലി ദേശീയോദ്യാനം മാത്രമാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം മാത്രമാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം എന്ന വിശേഷണം ആർക്കാണ്? സൈലന്റ് വാലിക്കാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്നു. അതായത് വെസ്റ്റേൺ ഗട്ട്സ്, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം. നെക്സ്റ്റ്, ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത്. ചീവീടുകളുടെ ശബ്ദം, അതായത് നമുക്കറിയാം സാധാരണ വിജനമായ പ്രദേശം, വനമേഖലയാണെങ്കിൽ അവിടെ ചീവീടുകളുടെ ശബ്ദം നിരന്തരം ഉണ്ടാവും. എന്നാൽ ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ എന്തില്ല? ഈ ചീവീടുകളുടെ ശബ്ദം അധികം കേൾക്കാറില്ല. അതുകൊണ്ടാണ് ഈ സൈലന്റ് വാലി എന്ന പേരിലേക്ക് ഈ ദേശീയോദ്യാനത്തെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ ആണല്ലോ? ഇതും PYQ ആണെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇതും PYQ ആണ് കേട്ടോ. ക്ലിയർ ആണേ? നെക്സ്റ്റ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നോക്കിയേ, 9.8 കിലോമീറ്റർ ഭാഗം എക്കോ സെൻസിറ്റീവ് സോണായി, അതായത് 9.8 കിലോമീറ്റർ ഭാഗം എക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം. അതായത് ആ മേഖലകളിലേക്ക് മനുഷ്യൻ്റെതായ എന്തെങ്കിലും കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ദേശീയോദ്യാനത്തിൻ്റെ സന്തുലിതാവസ്ഥയെ വളരെ ദോഷകരമായി ബാധിക്കും എന്നതിനെയാണ് എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്നത്. അതായത് ഈ ദേശീയോദ്യാനത്തിൻ്റെ സൈലന്റ് വാലിയുടെ 9.8 കിലോമീറ്റർ ഭാഗത്തേക്ക് ഒരു കാരണവശാലും മനുഷ്യൻ്റെതായിട്ടുള്ള യാതൊരു ഇടപെടലും ഉണ്ടാവരുത്. അത് എക്കോ സെൻസിറ്റീവ് സോണാണ്. പെട്ടെന്ന് അപകടകരമായ അല്ലെങ്കിൽ ആ ജീവജാലങ്ങളുടെ നാശത്തിന് കാരണമായ രീതിയിലേക്ക് പോകാം. അത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അത് എവിടത്തേക്കാണ്? ഏത് ദേശീയോദ്യാനത്തിലേക്കാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലേക്കാണ്. അപ്പം 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് വാലിയാണ്.
കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് വിശേഷണങ്ങളാണ്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട്, കേരളത്തിലെ ഏക കന്യാവനം, അതായത് മനുഷ്യന്റെ കൈകടത്തലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വനമേഖലകളെ പറയുന്ന പേരാണ് കന്യാവനങ്ങൾ. അങ്ങനെയുള്ള വിശേഷണം ആർക്കാണ്? സൈലന്റ് വാലിക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്, അതായത് നിത്യഹരിത മഴക്കാട്, വലിയ മഴക്കാട്, കന്യാവനം വിശേഷണങ്ങളാണ് അണ്ടർലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്ക് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങളും പഠിക്കുക കേട്ടോ. അപ്പം കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട്, കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം, അതായത് നിരവധിയായ സസ്യജന്തുജാലങ്ങൾ വൈവിധ്യമാർന്ന ഇനങ്ങളിൽ കാണപ്പെടുന്നു, അതായത് വൈവിധ്യമാർന്ന ഇനങ്ങൾ കാണപ്പെടുന്നു. അതിനെയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം, ഇതും PYQ ആണ്. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയോദ്യാനം, പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1984 ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ പ്രഖ്യാപിച്ച വർഷം എന്നാ പറയുന്നത്. പ്രഖ്യാപിച്ച വർഷം 1984 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി സൈലന്റ് വാലിയെ ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചത് 1984 കാര്യം നമ്മളിവിടെ പറഞ്ഞു. 84 ഇന്ദിരാഗാന്ധി ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനം എന്ന ഉദ്ഘാടനം, അത് ഉദ്ഘാടനം ചെയ്ത് ദേശീയോദ്യാനമാക്കുന്നത്, കേരളത്തിന്റെ ദേശീയോദ്യാനമാക്കുന്നത് ആരാണ്? 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോയത്. പ്രഖ്യാപിക്കുന്നുണ്ട്, ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പ്രഖ്യാപിക്കുന്നത് 1984, ഉദ്ഘാടനം ചെയ്യുന്ന 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷമാണ് ഏത്? 2007. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914 ആയിരുന്നു കേട്ടോ. 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം. ദേശീയോദ്യാനമൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഏറെക്കാലം മുമ്പ് 1914 റിസർവ് വനമായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഇനി നോക്കിയേ, സൈലന്റ് വാലിയുടെ പ്രാധാന്യം 1847 തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞൻ, അതായത് സൈലന്റ് വാലിക്ക് നമ്മുടെ പ്രകൃതിയിൽ ഇത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ്, ആ ഒരു കണ്ടെത്തൽ 1847 നടത്തിയ സസ്യശാസ്ത്രജ്ഞൻ്റെ പേരാണ് റോബർട്ട് റൈറ്റ്. മനസ്സിലാക്കുക, സൈലന്റ് വാലിയുടെ പ്രാധാന്യം 1847 തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞൻ റോബർട്ട് റൈറ്റ്. ഇദ്ദേഹം തന്നെയാണ് സൈലന്റ് വാലിക്ക് ആ പേര്, സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരെന്ന് ചോദിച്ചാലും അതും റോബർട്ട് റൈറ്റ് ആണ്. അപ്പൊ റോബർട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹമാണ് സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത്. അതുപോലെ തന്നെ സൈലന്റ് വാലിയുടെ പ്രാധാന്യം 1847 തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞൻ ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ്, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതുതരം ജീവിയാണ് അവിടെ കാണപ്പെടുന്നത്? സിംഹവാലൻ കുരങ്ങുകൾ എന്ന് പറയുന്ന ഒരു കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവികളെ കാണപ്പെടുന്നു. അതെവിടെ മാത്രം? സൈലന്റ് വാലി എന്ന ദേശീയോദ്യാനത്തിൽ മാത്രം. ഇനി ഈ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം പഠിക്കണം. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചതാണ്. മക്കാക്കാസിലനസ്. എന്താണ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം? സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം, സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം മക്കാക്കാസിലനസ്. മക്കാക്കാസിലനസ്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം, സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം മക്കാക്കാസിലനസ്. സിംഹവാലൻ കുരങ്ങുകൾ വ്യാപകമായി സൈലന്റ് വാലിയിൽ കാണപ്പെടാനുള്ള കാരണം പ്രീവിയസ് ഇയർ ചോദ്യമാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ഇഷ്ടഭക്ഷണമായ വെടിച്ചക്ക സൈലന്റ് വാലിയിൽ ധാരാളമായി കണ്ടുവരുന്നു. അതായത് സൈലന്റ് വാലിയിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൻ്റെ പേരാണ് വെടിപ്ലാവ്. ഈ വെടിപ്ലാവിലെ ചക്ക കഴിക്കുന്നതിന് വേണ്ടിയാണ് സിംഹവാലൻ കുരങ്ങുകൾ വ്യാപകമായി അവിടെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം ഇവർക്ക്
വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് ഏത്? ഈ വെടിപ്ലാവിലുണ്ടാകുന്ന വെടിച്ചക്ക. അപ്പം വെടിപ്ലാവിലുണ്ടാകുന്ന വെടിച്ചക്ക കഴിക്കുന്നതിന് വേണ്ടി സിംഹവാലൻ കുരങ്ങുകൾ ആ മേഖലയിൽ മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് സിംഹവാലൻ കുരങ്ങുകളെ അവിടെ കൂടുതൽ കാണപ്പെടാൻ കാരണം. അത് വംശനാശ ഭീഷണിയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ജീവവർഗമാണ്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. നെക്സ്റ്റ്, വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം, നമുക്ക് ഈ ശാസ്ത്രീയ നാമങ്ങൾ ഒരുപാട് ഈ ഒരു ദേശീയോദ്യാനങ്ങളുടെ ഭാഗത്ത് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കുലീനിയ എക്സാറിലാറ്റ. കുലീനിയ എക്സാറിലാറ്റ വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുലീനിയ എക്സാറിലാറ്റ. മനസ്സിലായല്ലോ. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009 എന്നാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009. ഓക്കെ. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ബുൾബുൾ. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ബുൾബുൾ. ഈ ബ്ലാക്കിൻ്റെ കൂടെ പല പേരുകളും അഡീഷണൽ ചേർക്കാറുണ്ട്, പക്ഷേ നിങ്ങൾ ഓർക്കുക ബുൾബുൾ അത് മാത്രം ഓർത്ത് വെച്ചിരിക്കുക കേട്ടല്ലോ. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബുൾബുൾ. ഇനിയുണ്ട് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ഓർക്കിഡ്, അപൂർവ ഇനം ഓർക്കിഡ് ഏറിയ ത്യാഗി. ഏതാണ്? ഏറിയ ത്യാഗി എന്ന് പറയുന്ന അപൂർവ ഇനം ഓർക്കിഡും സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു. അപ്പോൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി ബ്ലാക്ക് ബുൾബുൾ, സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം ഓർക്കിഡ് ഏറിയ ത്യാഗി. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി, ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ. ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളും PYQ ആണ്. ഇനി പറയാൻ പോകുന്ന ഇപ്പം പറയുന്നതും ഇനി പറയാൻ പോകുന്നതുമായ കാര്യങ്ങൾ PYQ ആണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് മറന്നു പോകാതെ പറയണം, തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ, സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുന്തിപ്പുഴയാണ്. അപ്പം കുന്തിപ്പുഴ ഒഴുകുന്നു എങ്കിൽ എന്ത് ചെയ്യുന്നു? തൂതപ്പുഴ ഉത്ഭവിക്കുകയാണ് ചെയ്യുന്നത്. കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകിപ്പോകുന്നു എങ്കിൽ തൂതപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുകയാണ്. ഒഴുകലും ഉത്ഭവിക്കലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഒഴുകുക എന്ന് പറഞ്ഞാൽ മറ്റെവിടെ നിന്നോ ഉത്ഭവിച്ച് ആ സൈലന്റ് വാലി എന്ന് പറയുന്ന മേഖലയിലൂടെ ഒഴുകി മാറുന്നു. എന്നാൽ തൂതപ്പുഴയോ സൈലന്റ് വാലി എന്ന് പറയുന്ന ദേശീയോദ്യാനത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന ഒരു നദിയാണ്. ക്ലിയർ? ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം. അപ്പോൾ സൈലന്റ് വാലി എന്ന് പറയുന്ന ദേശീയോദ്യാനമുണ്ട് പാലക്കാട് ജില്ലയിൽ. ഈ സൈലന്റ് വാലിയോട് തന്നെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമുണ്ട്. ആ ദേശീയോദ്യാനത്തിൻ്റെ പേരാണ് മുക്കൂർത്തി. എന്താണ്? മുക്കൂർത്തി. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം, സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം, അതും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്ത് പഠിച്ചേക്കണേ. തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കൂർത്തി. തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കൂർത്തി. ഓക്കെ. സേവ് സൈലന്റ് വാലി ഒരു പ്രക്ഷോഭമാണ്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നോക്കിയേ, 1973 ആരംഭിച്ച പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സംഘടനയാണ് ഏത്? സേവ് സൈലന്റ് വാലി. അതായത് ജലവൈദ്യുത പദ്ധതി അവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ അത് വളരെ എക്കോ സെൻസിറ്റീവ് സോണായിട്ടുള്ള ഈ സൈലന്റ് വാലിയുടെ ആവാസ വ്യവസ്ഥയിലെ പല ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും നാശത്തിന് കാരണമായേക്കാം എന്ന തിരിച്ചറിവോടുകൂടി ഈ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1973 സേവ് സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ, അതായത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്, പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ MGK മേനോൻ കമ്മീഷൻ. ഏതാണ്? MGK മേനോൻ കമ്മീഷൻ. അപ്പോൾ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു, അല്ലെങ്കിൽ ആരായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ആ സമയത്തെ, അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ കമ്മീഷന്റെ അധ്യക്ഷൻ, അല്ലെങ്കിൽ ആ കമ്മീഷന്റെ പേരാണ് MGK മേനോൻ. MGK മേനോൻ കമ്മീഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുടെ
പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി തടയുന്നതിന് വേണ്ടി ഒരു പ്രക്ഷോഭം ഉണ്ടായി. ആ പ്രക്ഷോഭത്തിന്റെ പേരാണ് സേവ് സൈലന്റ് വാലി 1973. അപ്പം നമ്മൾ 2 ദേശീയോദ്യാനങ്ങളെ കുറിച്ചാണ് ഇവിടെ പഠിച്ചു തീർന്നത്. 2 ദേശീയോദ്യാനങ്ങളെ കുറിച്ചാണ് പഠിച്ചു തീർന്നത്. ഇനി നമുക്ക് 3ാമത്തെ ദേശീയോദ്യാനത്തിലേക്ക് കിടക്കാം. 3ാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ വട്ടവട പഞ്ചായത്തിലാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ വട്ടവട പഞ്ചായത്തിൽ പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നു. 2003 ഈ ദേശീയോദ്യാനം, ഏത് പാമ്പാടുംചോല ദേശീയോദ്യാനം നിലവിൽ വന്നത്. അപ്പം 2 കാര്യങ്ങൾ: ഇടുക്കി ജില്ല, ഉടുമ്പൻചോല താലൂക്ക്, വട്ടവട പഞ്ചായത്ത് 2023 നിലവിൽ വന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം PYQ ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഏത്? പാമ്പാടുംചോല ദേശീയോദ്യാനം. പാമ്പാടുംചോല ദേശീയോദ്യാനം ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക മരനായ ഇനമായ നീലഗിരി മരനായ. അപ്പം പാമ്പാടുംചോല ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക മരനായ ഇനമായ നീലഗിരി മരനായ എവിടെ കാണപ്പെടുന്നു? പാമ്പാടുംചോല ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക മരനായ ഇനമായ നീലഗിരി മരനായ കാണപ്പെടുന്നത് എവിടെയാണ്? പാമ്പാടുംചോലയിലാണ്. പാമ്പാടുംചോലയിൽ കാണപ്പെടുന്ന നീലഗിരി മരനായയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നോക്കാം. മാർട്ടസ് ഗ്വാഡ്കിൻസി. മാർട്ടസ് ഗ്വാഡ്കിൻസി എന്നാണ് ഈ നീലഗിരി മാർട്ടിൻ അല്ലെങ്കിൽ നീലഗിരി മരനായയുടെ ശാസ്ത്രീയ നാമമാണ് മാർട്ടസ് ഗാഡ്കിൻസി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. കാരണം ഇനിയുള്ള എക്സാംസിനൊക്കെ ഇത് ചോദിക്കാം. റെയർ ആയിട്ടുള്ള പോയിന്റാണ്. ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക മരനായ ഇനം അതേതാണ്? നീലഗിരി മരനായ, അല്ലെങ്കിൽ അതിനെ നീലഗിരി മാർട്ടിൻ എന്നൊക്കെ വിളിക്കാം. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാർട്ടസ് ഗ്വാഡ്കിൻസി. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാമ്പാടുംചോല ആയിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് ഏതാണ്? ആനമുടിച്ചോല. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയ ആനമുടിച്ചോലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്, ആനമുടിച്ചോല എത്രാമത്തെ ദേശീയോദ്യാനമാണ്? 4ാമത്തതാണ്. നമ്മൾ പഠിച്ചു വന്ന ഓർഡർ നോക്കുകയാണെങ്കിൽ 4ാമത്തെ ദേശീയോദ്യാനമാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നു. 2003 ഈ ദേശീയോദ്യാനം നിലവിൽ വന്നത്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 3 ചോല റിസർവുകൾ ഏതൊക്കെയാണ്? 1 ഇടവ ചോല റിസർവ്, 2 പുല്ലാർട്ടി ചോല റിസർവ്, 3 മന്നവൻ ചോല റിസർവ്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ചിലപ്പം ഇതിനെയൊക്കെ കൂട്ടത്തിൽ പെടാത്തത് എന്ന രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട ചോല റിസർവുകൾ ഏതൊക്കെയാണ്? അതായത് ഈ ചോല റിസർവുകൾ എല്ലാം കൂടെ ചേരുമ്പോഴാണ് ആനമുടിച്ചോല ദേശീയോദ്യാനമായി മാറുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇടവ ചോല റിസർവ്, പുല്ലാർട്ടി ചോല റിസർവ് ആൻഡ് മന്നവൻ ചോല റിസർവ്. ഇടവ, പുല്ലാർട്ടി, മന്നവൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രിഫേൺ പന്നൽ ചെടി ആനമുടിച്ചോലയിൽ കണ്ടുവരുന്നു. അതായത് ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രിഫേൺ എന്ന് പറയുന്ന ഒരു പന്നൽ ചെടിയുണ്ട്. അത് നിലവിൽ ഇപ്പോൾ ആനമുടിച്ചോലയിൽ കണ്ടുവരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാവാം കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാവാം. ഇനി 5ാമത്തെ ദേശീയോദ്യാനമാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം. അപ്പോൾ ആനമുടിച്ചോല അടുത്തതാണ് മതികെട്ടാൻ ചോല, അവസാനത്തെ ദേശീയോദ്യാനമാണ്. ഇനി ഇത് കഴിഞ്ഞ് പെരിയാർ കൂടി നമ്മൾ നോക്കുന്നു. കാരണം ഏതെങ്കിലും കാരണവശാൽ PSC അങ്ങനെ ഒരു ചോദ്യം വന്നാലോ എന്നുള്ള, PSCക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നാലോ എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് നമ്മൾ അതും കൂടെ പഠിച്ച് തന്നെ വേണം പോകാൻ.
ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇത് മതികെട്ടാൻചോല ദേശീയോദ്യാനം. അപ്പോൾ മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ്. നെക്സ്റ്റ് 2003 ഈ ദേശീയോദ്യാനം നിലവിൽ വരുന്നത്. എന്നാണ് ഈ ദേശീയോദ്യാനം നിലവിൽ വരുന്നത്? 2003 ഈ ദേശീയോദ്യാനം നിലവിൽ വന്നത്. ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം. നേരത്തെ നമ്മൾ പറഞ്ഞ എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്ന അതേ കാറ്റഗറിയിൽ തന്നെയാണ് ഇവിടെ ഉൾപ്പെടുന്നത്. ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മതികെട്ടാൻചോല ദേശീയോദ്യാനമാണ്. അപ്പം ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിൽ മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്നു. 2003 നിലവിൽ വന്നു. ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം ഏതെന്ന് ചോദിച്ചാലും അത് എന്താണ്? ഈ പറയുന്ന മതികെട്ടാൻചോല ദേശീയോദ്യാനമാണ്. അതായത് 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം മതികെട്ടാൻചോലയാണ്. തിരുവിതാംകൂർ ഗവൺമെന്റ് ആണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അത് മതികെട്ടാൻചോല ദേശീയോദ്യാനത്തെ ആണ്. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? കാട്ടുമലയാണ്. അപ്പം മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമല. ക്ലിയർ ആണല്ലോ? മതികെട്ടാൻചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മതികെട്ടാൻചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക. ആ നദികളുടെ പേര് നിങ്ങളൊന്ന് നോക്കണേ. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുഴ. എന്താണ്? ഉച്ചിൽ കുത്തിപ്പുഴ. മതികെട്ടാൻചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, ഞണ്ടാർ, ചെമ്മണ്ണാർ. അതായത് ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, ഞണ്ടാർ, ചെമ്മണ്ണാൻ. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയാം. ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, ഞണ്ടാർ, ചെമ്മണ്ണാർ. ഇതെല്ലാം പന്നിയാറ് എന്ന് പറയുന്ന നദിയുടെ പോഷക നദികളാണ്. അപ്പം ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, ഞണ്ടാർ, ചെമ്മണ്ണാർ ഇവയെല്ലാം പന്നിയാറിന്റെ പോഷക നദികളാണ്. ഇവയെല്ലാം ഉത്ഭവിക്കുന്നത് മതികെട്ടാൻചോലയിൽ നിന്നും ആണ്. ഓക്കെ ആണല്ലോ? മതികെട്ടാൻചോലയുടെ വടക്ക് കിഴക്കൻ അതിർത്തികളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മുതുവർ ആദിവാസി കോളനി, അതായത് മതികെട്ടാൻചോലയുടെ വടക്കു കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുതുവൻ എന്ന് പറഞ്ഞാൽ ആ കോളനി, ആ വിഭാഗത്തിന്റെ പേരാണ് കേട്ടോ. മുതുവൻ ആദിവാസി കോളനിയാണ് അടുവിളാന്താംകുടി. അപ്പം മതികെട്ടാൻചോലയുടെ വടക്കു കിഴക്കൻ അതിർത്തികളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മുതുവൻ, ഈ പേരും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ആദിവാസി വിഭാഗം, ആ ആദിവാസി വിഭാഗത്തിന്റെ പേര് മുതുവനാണ്. ആ മുതുവൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ ചേർന്ന് താമസിക്കുന്ന കോളനി, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ പോലെ തന്നെ ഇവിടെ എന്താണ്? ഈ മുതുവർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ എല്ലാവരും കൂടെ കുടുംബത്തോടെ എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് താമസിക്കുന്ന ആ ഒരു കോളനിയാണ് അടുവിളാന്താംകുടി. അപ്പൊ അടുവിളാന്താംകുടി, മുതുവർ എവിടെയാണ്? നമ്മുടെ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലാണ്. ആനത്താവളങ്ങളുടെയും ചോലക്കാടുകളുടെയും, അടുത്ത പോയിന്റ് ആണ്, ആനത്താവളങ്ങളുടെയും ചോലക്കാടുകളുടെയും സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന പ്രദേശം. ആനത്താവളങ്ങളുടെയും ചോലക്കാടുകളുടെയും സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം. ഇതും നിങ്ങൾ സ്റ്റാർ ഇട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇനിയുള്ള പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ചിലപ്പോൾ ഉൾപ്പെടാം. ആനത്താവളങ്ങളുടെയും ചോലക്കാടുകളുടെയും സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം. ക്ലിയർ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ലാസ്റ്റ് വൺ, നമ്മുടെ ദേശീയോദ്യാനങ്ങളുടെ കൂട്ടത്തിൽ PSC ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വനം മന്ത്രാലയത്തിൻ്റെ കണക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ദേശീയോദ്യാനമാണ് പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ട, മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല, അതും എവിടെ തന്നെയാണ്? ഇടുക്കി ജില്ലയിലാണ്. എവിടെയാണ്? ഇടുക്കി. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീരുമേട് താലൂക്കാണ്. ഏത് താലൂക്കാണ്? പീരുമേട് താലൂക്കാണ്. ജില്ല ഇടുക്കി, താലൂക്ക് പീരുമേട്.
പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടമലയാണ്. കോട്ടമല പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കോട്ടമല. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന വില്ലേജുകൾ, പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന വില്ലേജുകളാണ്. ഇവിടെ നമ്മൾ ജില്ല പറഞ്ഞു, അതുപോലെ തന്നെ താലൂക്ക് പറഞ്ഞു, വില്ലേജുകളാണ് കുമളിയും മ്ലാപ്പാറയും. കുമളി, മ്ലാപ്പാറ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന വില്ലേജുകളാണ് കുമളി, മ്ലാപ്പാറ. കുമളി, മ്ലാപ്പാറ. 140-ലധികം ഓർക്കിഡ് ഇനങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം എന്ന വിശേഷണവും ആർക്കുണ്ട്? പെരിയാറിനുണ്ട്. അപ്പം 140-ലധികം ഓർക്കിഡ് ഇനങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം, അതും ആര് തന്നെയാണ്? നമ്മുടെ പെരിയാർ ദേശീയോദ്യാനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളുടെ ഭാഗത്ത് നിന്ന് പഠിക്കണം എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് സെറ്റായിട്ട് വേണം ഇനിയുള്ള പരീക്ഷകൾക്ക് പോകാൻ വേണ്ടി. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത് PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിരവധി പരീക്ഷകളിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ദേശീയോദ്യാനങ്ങൾ. വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ പരമാവധി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന അത്രയും കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ തന്നിട്ടുള്ളത്. ഇനി കറണ്ട് അഫേഴ്സിൽ ദേശീയോദ്യാനങ്ങളുടെ ഭാഗത്തേക്ക് എന്തെങ്കിലും പുതുതായി ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ അതുകൂടി എന്ത് ചെയ്താൽ മതി? അഡീഷണൽ ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.